ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ സമാപന ദിവസത്തിൽ ദേവന്റെയോ ദേവിയുടെയോ വിഗ്രഹം ആറ്റിലോ കുളത്തിലോ കടവിലോ കൊണ്ടുപോയി ശുദ്ധീകരിച്ച് ആറാടിക്കുന്ന അല്ലെങ്കിൽ ആഴ്ന്നു കുളിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആറാട്ട്. ഉത്സവം കൊടിയേറി ദിവസങ്ങൾ നീണ്ടുനിന്ന പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം ദേവചൈതന്യം ജലാശയത്തിൽ സ്നാനം ചെയ്യുന്നതായാണ് ഇതിന്റെ സങ്കല്പം. വിഗ്രഹം എഴുന്നള്ളിച്ച് ആറാടിക്കുന്ന സ്ഥലത്തെ ആറാട്ടുകടവ് എന്നാണ് വിളിക്കുക. തന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രോച്ചാരണങ്ങളോടെ വിഗ്രഹം ജലത്തിൽ മുക്കുന്നു. ആറാട്ടോടുകൂടി ആ വർഷത്തെ ഉത്സവം ഔദ്യോഗികമായി സമാപിക്കുന്നു. വാദ്യമേളങ്ങളുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ആനകളുടെയും അകമ്പടിയോടെ വിഗ്രഹം ജലാശയത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. പൂജാരി അല്ലെങ്കിൽ തന്ത്രി വിഗ്രഹവുമായി വെള്ളത്തിൽ 3 തവണ മുങ്ങിനിവരും. ഈ സമയം ഭക്തരും ജലാശയത്തിൽ ഒപ്പം മുങ്ങിക്കുളിക്കുന്നത് പുണ്യമായാണ് കരുതുന്നത്. ആറാട്ടു കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയ ശേഷം ഉത്സവ കൊടിമരത്തിലെ കൊടിയിറക്കം എന്ന ചടങ്ങാണ്. ആറാട്ടിന് തൊട്ടു മുമ്പത്തെ ദിവസം രാത്രി ക്ഷേത്രങ്ങളിൽ പള്ളിവേട്ട എന്നൊരു ചടങ്ങുണ്ട്. ഭഗവാൻ നാടുചുറ്റി ദുഷ്ടശക്തികളെ വേട്ടയാടി നിഗ്രഹിക്കുന്നതായി സങ്കല്പം. ഈ വേട്ടയ്ക്ക് ശേഷം ഭഗവാനേറ്റ അശുദ്ധി മാറ്റാനാണ് പിറ്റേന്ന് ആറാട്ട് നടത്തുന്നത് എന്ന് ഒരു സങ്കല്പം. പ്രകൃതിയും ഈശ്വരനും ഒന്നാണെന്നുള്ള തത്വം ആറാട്ടിൽ നിലനിൽക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ ജലം. ജലത്തെ നാരായണൻ അഥവാ മഹാവിഷ്ണുവായും ജീവന്റെ ഉറവിടമായും ആത്മീയത കണക്കാക്കുന്നു. വിഗ്രഹം ജലാശയത്തിൽ മുക്കുമ്പോൾ പ്രപഞ്ചനാഥൻ പ്രകൃതിയുടെ രൂപമായ ജലവുമായി ഒന്നായി മാറുന്നു. എന്നുവെച്ചാൽ പ്രകൃതി പുരുഷ സംഗമം. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്തെ ഭക്തരുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി വിഗ്രഹത്തിലെ ചൈതന്യത്തിന് ഒരു ഭാരം അല്ലെങ്കിൽ അശുദ്ധി സംഭവിക്കുന്നതായി കൽപ്പിക്കപ്പെടുന്നു. ആറാട്ടിലൂടെ ഈ ചൈതന്യം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയും കൂടുതൽ തേജസ്സോടെയും ശാന്തതയോടെയും ഭഗവാൻ പുനർജനിക്കുകയും ചെയ്യുന്നുവത്രേ. ഈശ്വര ചൈതന്യത്തെ വീണ്ടും ഉണർത്തുന്ന പ്രക്രിയയാണ് ആറാട്ട്. ആറാട്ട് സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിനൊപ്പം ഭക്തരും ജലാശയത്തിൽ മുങ്ങുന്നു. ഭഗവാൻ സ്പർശിച്ച ജലം പുണ്യതീർത്ഥമായാണ് മാറുന്നത്. അതിൽ മുങ്ങുന്ന ഭക്തന്റെ ശരീരത്തിലെ അഴുക്കുകൾ മാത്രമല്ല, കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന പാപങ്ങളും കഴുകിക്കളയുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ദൈവമെന്നോ മനുഷ്യനെന്നോ വ്യത്യാസമില്ലാതെ ഒരേ ജലാശയത്തിൽ എല്ലാവരും മുങ്ങുമ്പോൾ ഈശ്വരന്റെ മുൻപിൽ എല്ലാവരും ഒന്നാണെന്നുള്ള തത്വം അവിടെ ജനിക്കുകയാണ്. ഉത്സവനാളുകളിലെ വാദ്യമേളങ്ങളും എഴുന്നള്ളിപ്പുകളും ഭഗവാന്റെ രൗദ്രത അല്ലെങ്കിൽ ഉഗ്രഭാവത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ആറാട്ടിലെ തണുത്ത ജലസ്നാനത്തോടെ ഭഗവാൻ തികച്ചും ശാന്തനാകുന്നു. ശാന്തനായ ഭഗവാൻ ലോകത്തിനു മുഴുവൻ ശാന്തിയും ഐശ്വര്യവും ചൊരിയുന്നു എന്നാണ് വിശ്വാസം.